നമ്മളൊരു മാരാമൺ കൺവെൻഷനിൽ സംബന്ധിച്ചാൽ അതെങ്ങനെ ഇരിക്കും എന്നൊരു ചെറിയ ഓർമ്മ മാത്രമുണ്ട്. അതിനകത്തിൽ ഇച്ചിരിയുടെ രസം കൂടെ കലർന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് ഒരു പാട്ടോടുകൂടി നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കുന്നതാണ്. മാർത്തുമജനമേ ഭദ്രാസന ജനമേ ലേശവും ഭയം വേണ്ട. അരമനാസ്ഥാനം ന്യൂയോർക്കിൽ തന്നെ. മാർത്തുമജനമേ ഭദ്രാസന ജനമേ ലേശവും ഭയം വേണ്ട. അരമനാസ്ഥാനം ന്യൂയോർക്കിൽ തന്നെ. അറ്റ്ലാന്റയിൽ വടം വലിയാൻ ഹർമേസന്റെ അവിടെ വന്നു. പട്ടക്കാരുടെ പടയോട്ടം, പട്ടക്കാരുടെ പടയോട്ടം. മാർത്തോമ ജനമേ ഭദ്രാസന ജനമേ ലേശവും ഭയം വേണ്ട. അരമന ആസ്ഥാനം ന്യൂയോർക്കിൽ തന്നെ. ട്രാൻസ്ഫർ ലിസ്റ്റിന് പിടിവലിയ ട്രാവൽ ചെയ്യാൻ കൊതിയായി. തിരുമേനിമാർക്കും തലവേദന, തിരുമേനിമാർക്കും തലവേദന. മാർത്തോമ ജനമേ ഭദ്രാസന ജനമേ ലേശവും ഭയം വേണ്ട. അരമന ആസ്ഥാനം ന്യൂയോർക്കിൽ തന്നെ. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ പന്തലിന് ചുറ്റുപാടിൽ കൂടി നടക്കുന്ന ഒരു പാരമ്പര്യം നമുക്കില്ലല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പട്ടക്കാർ പറയുന്നത് കേട്ട് ആളുകൾ പന്തലിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നാലും അടുത്തതായി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. പ്രത്യേകിച്ച് രോഗത്താലും പ്രയാസത്താലും വളരുന്നവരെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. പരക്കെത്താനും മർത്തോമായുടെ പേരിൽ സണ്ണി എബ്രഹാം മെത്രാൻ ഭക്തിയാലും ഫറവോൻ സേവയാലും ബുദ്ധിമുട്ടുന്നു. മഹായോഗത്തിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. കവിയൂർ സ്വദേശി രാജേഷ് മാത്യു സന്നദ്ധബാധയാൽ ഓടി നടന്ന് ബുദ്ധിമുട്ടുന്നു. മഹായോഗത്തിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. കുണ്ടറ സ്വദേശി ലൂക്കോച്ചൻ കണ്ടകോടാലിയാൽ വലയുന്നു. മഹായോഗത്തിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. പ്രാഞ്ചികൾ സഭയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് നടക്കാതിരിക്കാൻ പ്രത്യേക ഈ സമയത്ത് പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ഇത് വഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാളെ പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ ഉണക്കാം. കർത്താവേ, ഇവിടെ പേര് പറഞ്ഞ രോഗികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സുബോധത്തിൽ നടക്കാൻ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനവും വിവേകവും സന്മനസ്സവും കൊടുക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാഞ്ചികൾക്കും സഹായികൾക്കും സൽസ്വഭാവം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഒരു പാട്ടൂടെ. പിരിവേ പിരിവേ ദിവസം പിരിവ്, ഇതുപോലൊരു സഭയുണ്ടോ? പിരിവേ പിരിവേ ദിവസവും പിരിവ്, ഇതുപോലൊരു സഭയുണ്ടോ? മാസവരി പിരിവ്, വാർഷിക പിരിവ്, അച്ഛന്മാർക്കു വേണ്ടിയും പിരിവ്, ആണ്ടുവരി പിരിവ്, പള്ളി പണി പിരിവ്, അറ്റ്ലാന്റായിക്കും പണപ്പിരിവ്. ആണ്ടുവരി പിരിവ്, പള്ളി പണി പിരിവ്, അറ്റ്ലാന്റായിക്കും പണപ്പിരിവ്. പിരിവേ പിരിവ് ദിവസവും പിരിവ്, ഇതുപോലൊരു സഭയുണ്ടോ? തുടർന്ന് നടന്ന പ്രസംഗത്തിൽ നിന്ന്
God, look in this afternoon the heart dedicated to God. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ കൊള്ളാവുന്ന ഹൃദയമുണ്ടോ എന്ന് ഈ സമയം ദൈവം ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Today we heard this passage, we saw God calling Abraham. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തെ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതായി നാം കാണുന്നു. There is a bitterness between the herdsman of Abraham and the herdsman of Lot. അബ്രഹാമിന്റെ കന്നുകാലിയുടെമാർക്കും ലോത്തിന്റെ കന്നുകാലിയുടെമാർക്കും തമ്മിൽ പിണക്കമുണ്ടായിരുന്നു. Abraham and Lot. ഇത് വളരെ വേഗം അബ്രഹാമിന്റെ ലോകത്തിന് വ്യാപിക്കാമായിരുന്നു. Abraham knew the danger. അതിന്റെ അപകടം അബ്രഹാം മനസ്സിലാക്കിയിരുന്നു. Abraham knew the danger of bitterness, resentment and hatedness. കൈപ്പായുള്ള വിദ്വേഷത്തിന്റെയും പകയുടെയും വൈരാഗ്യത്തിന്റെ അനുഭവം അബ്രഹാമിന് അറിയാമായിരുന്നു. Today what is the common picture? എന്നാൽ ഇന്ന് കാണുന്ന സാധാരണ ചിത്രം എന്ത്? ഡിവൈഡഡ് പ്രേയർ ഗ്രൂപ്പ്, തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ കൂട്ടങ്ങൾ. ഡിവൈഡഡ് ഫെലോഷിപ്പ് ഗ്രൂപ്പ്, തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മ യോഗങ്ങൾ. ഗ്രൂപ്പ് which were starting for missionary purpose, fighting against themselves. മിഷണറി താല്പര്യത്തോടുകൂടെ സ്ഥാപിതമായിരിക്കുന്ന പ്രാർത്ഥനാ കൂട്ടങ്ങൾ തമ്മിൽ തല്ലി ശിഥിലീകരിക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തുടർന്ന് ഒരു പ്രത്യേക അറിയിപ്പോടുകൂടി കൺവെൻഷൻ അവസാനിക്കുന്നതായിരിക്കും. ഒരു പ്രത്യേക അറിയിപ്പ്. കുമ്പളന്താന സ്വദേശി റോയി സി മാത്യു എന്ന ബാലനും കുറെ പുസ്തകം കൂടെ കാണാതെ പോയിട്ടുണ്ട്. ഈ റോയി സി തോമസിനെയും പുസ്തകം കണ്ടുകിട്ടുന്ന ഒരു സഹധർമ്മിണിയെ എത്രയും വേഗം അറിയിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഇതോടെ അവസാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്. കണ്ണുകളാലെ അന്വേഷിക്കൂ നീലേ, കണ്ണുകളാലെ അന്വേഷിക്കൂ നീലേ, കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ, കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇടയ കന്യകെ പോകനീ ഈ അനന്ത ജീവിത വീതിയിൽ ഇടരാതെ കാലിടരാതെ. കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവരി നിൽപ്പൂ ദൂരെ, കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവരി നിൽപ്പൂ ദൂരെ, നിന്നാത്മാവിൽ ഉയർത്തലേക്കും കണ്ണീരൊപ്പം നാഥൻ, നിന്നാത്മാവിൽ ഉയർത്തലേക്കും കണ്ണീരൊപ്പം നാഥൻ,
ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നുണ്ടപ്പായേ, കാണുന്നുണ്ടപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നുണ്ടപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നുണ്ടപ്പായേ, കാണുന്നുണ്ടപ്പായേ. കയ്യിൽ ആണിപ്പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നുണ്ടപ്പായേ, ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നുണ്ടപ്പായേ, കാണുന്നുണ്ടപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കയ്യിലാണിപ്പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നുണ്ടപ്പായേ, ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നുണ്ടപ്പായേ, കാണുന്നുണ്ടപ്പായേ. താങ്ക് യു. ഞാനൊരു സൂപ്പർമാനല്ല, റിയാലിറ്റി ഷോക്കാരനുമല്ല. റിയാലിറ്റി ഷോയ്ക്ക് മാർക്കിടാൻ വന്ന ആളുമല്ല. ആ ചിന്ത എൻ്റെ തലയിൽ ഓടുന്നുമില്ല. അങ്ങനെയൊക്കെയെങ്കിലും ചിന്തയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആ ചിന്തയുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം വെറുതെയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നന്മ ചെയ്താൽ മതി. അതിൽ ഫലം ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പീലാത്തോസിന് ആഗ്രഹമുണ്ടെങ്കിലും ഭയപ്പാട് മുഖാന്തരം യേശുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് അത്യുന്നതൻ്റെ പ്ലാൻ കൂടെ ആയിരുന്നു എന്ന് നിങ്ങൾ മറന്നു പോകണ്ട. നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കണക്കൻ ചോദിച്ച് ആരും ഇങ്ങോട്ട് വരരുത്. മടല് വെട്ടി അടിക്കും ഞാൻ എന്നെഴുതിയത് ഞാനല്ല, ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്നോട് സംസാരിച്ചോ എന്ന് കളിയാക്കി ഇങ്ങോട്ട് വരരുത്. നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എന്നെ പ്രസാദിപ്പിക്കാനാണോ അതോ പതിവ് തെറ്റിക്കാതെ കിഴട്ടി കിട്ടാനാണോ? ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഹോണറബിൾ വിജയൻ സാർ പറഞ്ഞു, നികൃഷ്ട ജീവികൾ എന്നെ ചിന്തനം ചെയ്യും. സഹോദരവർഗത്തെ കോർട്ടിൽ കയറ്റുകയും വിശുദ്ധ വസ്ത്രമിട്ടുകൊണ്ട് വഴിയിൽ ഇരിക്കുക, പിടിച്ച് തള്ളുക, ശക്തിയും കാട്ടുക, ആലയങ്ങൾ പൂട്ടിയിട്ട് ആരാധിക്കുക,
ആരാധിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇതല്ലേ എല്ലാവരും ചെയ്യുന്നത്? ഇത് നടത്തുന്ന ആലയം അടച്ചിടാനും ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നെക്കുറിച്ച് കരുതുന്നത് ഒരു സൂപ്പർമാനായിട്ടാണോ? ഈ കത്തെല്ലാം അമിത വിശ്വാസികൾക്ക് എഴുതുന്നതാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, മരിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കൊട്ടാരം കിട്ടും, സിംഹാസനം കിട്ടും, തങ്ക കിരീടങ്ങൾ കിട്ടും, സ്വർണ്ണ തെരുവീതിയിൽ കൂടി യാത്ര ചെയ്യാം എന്നും നിങ്ങൾ മോഹിച്ചിങ്ങോട്ട് വരരുത്. എനിക്ക് എതിരെ ആരോപണങ്ങൾ ഉയർത്തിയാൽ പനയുടെ മണൽ വെട്ടി അടിക്കും. ഇത് പറഞ്ഞതും ദൈവമാണ്. എല്ലാ അമിത വിശ്വാസികൾക്കും എനിക്കെതിരെ ആരോപണം ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കണം. കുറെ പണം മുടക്കി അമ്പലമുറ്റത്തും പള്ളി അങ്കണങ്ങളിലും വെടിക്കെട്ട് നടത്തുന്നവരുണ്ടാകുമ്പോൾ അതൊക്കെ സൂക്ഷ്മത കൂടാതെ എൻ്റെ കരുതലില്ലായിരുന്നിട്ടാണോ വെട്ടി നിന്റെ നെഞ്ചത്തൊക്കെ വീണത്? ഇതൊക്കെ പലയിടത്തും സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്നെ പഴി പറയുക പതിവാണല്ലോ. വെടികൊണ്ട് നടത്തുന്നവനെ വെടിതിരി കത്തിക്കാനോ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അനുഭവിക്കുന്നതിന് എന്നെ കുറ്റം വിധിക്കുകയാണോ? ഇനിയും മുഴുത്ത പണി തരുന്നുണ്ട്. പണി തരുന്നത് ആനയായിരിക്കും. നെറ്റിപ്പട്ടം കെട്ടി വെയിലിട്ട് ചെണ്ടയും അടിച്ച് വരച്ച് കാട്ടുമ്പോൾ മതമിളകി നിങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി ഓടുമ്പോൾ എന്നെയും വഴി പറഞ്ഞ് ഉത്തരവാദിയും ആക്കരുത്. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മായാവിയോ സൂപ്പർമാനോ അല്ല ഞാൻ. കഷ്ടപ്പെടുന്നവർക്ക് ആശ്രയം എന്ന വ്യാപേന ഉണ്ടാക്കുന്ന പണം കൊണ്ട് കൊട്ടാരങ്ങൾ കെട്ടിയുണ്ടാക്കിയും ആഡംബരക്കാറിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ സൂക്ഷിപ്പീൻ. പട്ടിണി കിടക്കുമ്പോൾ എനിക്കാണെന്ന് പറഞ്ഞ് തൈലാഭിഷേകം നടത്തുന്നവർ വീണ്ടും കുർബാനി ഞാൻ വന്ന് നിങ്ങളെ മാത്രം രക്ഷിക്കുമോ? നിങ്ങളുടെയൊക്കെയും ഹല്ലേലൂയയും പാട്ടുകളും കേട്ടാൽ ഓടി വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ചിലർ എനിക്ക് വേണ്ടി പോത്തിനെ കൊല്ലുന്നു, ചിലർ പശുവിനെ കൊല്ലുന്നു, പശുവിനെ കൊന്നവനെ മനുഷ്യൻ കൊല്ലുന്നു. നിങ്ങളുടെ സാഹോദര്യവും സമത്വം സ്നേഹം എവിടെയാണ്? പരസ്പരം സ്നേഹിച്ച് ഭൂമിയെ സംരക്ഷിച്ച് കുട്ടികൾക്ക് വിവേകം പറഞ്ഞു കൊടുത്ത് ദുരന്തങ്ങൾ ഒഴിവാക്കുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എക്സ്പെക്ട് ചെയ്ത സ്പീച്ച് അല്ലായിരുന്നു. എന്നാലും സാം ചാക്കോ ഒക്കെ മലയാളം നന്നായിട്ട് പറയുന്നല്ലോ. ഈ മലയാളം എല്ലാം കൂടെ കേട്ട് എൻ്റെ തല കറങ്ങുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സാലി മാത്യുവിനെ വിളിച്ച് ഒരു പാട്ട് കേൾക്കാം. ലോകം മുഴുവൻ സുഖം പകരാനോ സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. കാതല നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ.
is a friend to man. Would you say those words to me? The words you told him, Holy One. Can a man like me be called your friend? Atira, Atira, Anaki, Megenla, Sakarka, Harbi, Medu. Fear not, for I am your shield, your reward is very great. Holy One, how can I approach your mercy seat? Sacrifice and offering seems so incomplete. So I dream of atonement behind this curtain. Holy One, will I ever be certain? Atira, Atira, Anuki, Megenla, Sakarka, Harbe, Mio. Fear not, for I am your shield, your reward is very great.
ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ ലോകത്തോട് യാത്ര പറയേണ്ടത്. ആരോടാണ് നമ്മൾ യാത്ര പറയേണ്ടത്? കേരളത്തിൻ്റെ മഹാകവിയായ ശ്രീ ONV കുറുപ്പും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ആരോട് യാത്ര പറയണം? ആരോടു യാത്ര പറയണ്ടു ഞാൻ മാസങ്ങളാണ്ടുകൾ അളന്നളന്നെത്തും ഒരു ബിന്ദുവിൽ ആൾത്തിരക്കേറുമീ വാഹനമെന്നെയൊരു പാഴ്ചുമടായി ഇറക്കി വെക്കേ എൻ അമൃതപാതേയവും പഴയ പാണ്ഡവും നെഞ്ഞോടടച്ചു ഞാനിങ്ങു നിൽക്കേ പാതയിത ഭാരതൻ മധുരമാം ക്ഷണം മാതിരി പാണികൾ നീട്ടി നിൽക്കേ ആരോടു യാത്ര പറയണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയണ്ടു എത്ര സഹയാത്രികർ സമാന ഹൃദയജ്ഞാന ദുഃഖങ്ങൾ തങ്ങളിൽ പങ്കുവെച്ചോ മധുരാക്ഷരങ്ങളിൽ നിറഞ്ഞ മധുകൊള്ളുവൻ കൊതിയാർന്ന കൊച്ചു ഹൃദയങ്ങൾ സാമഗീതങ്ങളെ സാധകം ചെയ്തവർ ഭൂമിയെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചവർ മണ്ണിൻ്റെ ആർദ്രമാഴങ്ങൾ തേടിയോ വിണ്ണിൻ്റെ ദീപ്തമാം ഉയരങ്ങൾ തേടിയോ ഉള്ളിലൂടെ അവർ ഒഴുകി നീങ്ങുന്ന കാഴ്ച മുൻ കണ്ടു നിൽക്കവേ ആരോടു യാത്ര പറയണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയണ്ടു ആരോടു യാത്ര പറയണ്ടു ഞാൻ മൊഴികളുടെ ആഴങ്ങളിൽ പഴ മനസ്സുകൾ കുറിച്ചിട്ട നിധി തേടി വാഴിൻ്റെ കയ്പുനീരും വറ്റി മധുരമാക്കുന്ന രസതന്ത്ര മന്ത്രം തേടി ഒരു പൊരുളിൽ എന്നവരമാം പൊരുളുതിച്ചുകത ചൊരിയുന്ന വാക്കിലെ സൂര്യനെ തേടി ഒരു പൂവിലെ കനി തേടി കനിയിലെത്തരു തേടി തീയിലെ കുളി തേടി കുളിരിലെത്തി തേടി അണുവിൻ്റെ അണുവിലൊരു സൗരയൂഥം തേടി മധ്യന് മഹാഭാരതങ്ങൾ തേടി തീർത്ഥരെത്രയോ പേർ അലഞ്ഞു തിരിഞ്ഞേറെ ഇഷ്ടമാർന്നൊരു നടക്കാവിനോടോ ആരോടു യാത്ര പറയണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയണ്ടു ആരോട് യാത്ര പറയണ്ടു ഞാൻ പടിഞ്ഞാട്ടു നീളുന്ന നിഴലുകൾ അനുക്ഷണം പിന്തിരിഞ്ഞോടുന്നു കുറുകുന്നു ചുവടുകളിൽ അഭയമായി തീരുന്നു വീണ്ടും കിഴക്കിൻ മടിത്തടം തേടുന്നു ഞാനെന്നും ഈ സത്യം ഒരു നിഴൽ നാടകമായി കണ്ട തൊടികളോടോ ഇളം പാദങ്ങൾ തുള്ളും ഇളനാടികളോടോ വെയിൽ ചൂടേറെ മോന്തി കുടിച്ചു നിലാക്കുൾ ചുരുട്ടും ഈ പാവം തരുക്കളോടോ ദുർഗമുഖത്തിന് കൊച്ചു ദുഃഖങ്ങൾ തൂവലൊതുക്കുന്നൊരാ കൽപ്പടവുകളോടോ ആരോടു യാത്ര പറയണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയണ്ടു ആരോടു യാത്ര പറയണ്ടു ഞാൻ തപിക്കുമെന്ന ആത്മാവിൽ നിങ്ങൾ കുടിപാർത്തിരിക്കെ വാടാവിളക്കിൻ്റെ തിരയൊന്നു വാടാവിളക്കിൻ്റെ
ഊതിക്കെടുത്തി തനിച്ചിരിക്കെ ആരോ കൊളുത്തി നിരത്തിയ പോലുള്ളിൽ ആയിരത്തിരികളായി നിങ്ങളെരി ആ തിരികൾ ആർദ്രമാക്കും സ്നേഹധാരയിലൊരൽപ്പകണമെന്നു ഞാനറിയെ കത്തിത്തിളച്ചെരിഞ്ഞൊരു തുള്ളി വെട്ടമായി പൊട്ടിത്തെറിക്കുന്ന ധന്യതയ്ക്കായി കാത്തിരിക്കുമ്പോൾ അതിനിടവേളയിൽ ആരോടു യാത്ര പറയണ്ടു ഞാൻ എന്തിനോടാരോടു യാത്ര പറയണ്ടു മാസങ്ങൾ ആണ്ടുകൾ അളന്നളന്നെത്തും ഒരു ബിന്ദുവിൽ ആൾത്തിരക്കേറുമീ വാഹനമെന്നെ ഒരു പാഴ്ചുവടായി ഇറക്കി വെക്കേ. താങ്ക് യു. ഉയരും